വെൽക്കം ബാക്ക് ടു ഐഷസ് അക്കാഡമി. അപ്പോൾ നമ്മുടെ എംകോം ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നടക്കുകയാണ്. അപ്പോൾ റിസർച്ച് മെത്തഡോളജി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് സബ്ജക്റ്റ് ആണ് അടുത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, ബേസിക്കലി ഒരു തിയറി പേപ്പറാണ്. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്നാലും നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് കൂടുതലായിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിനെ എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമാണ്. അപ്പോൾ തിയറി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ എങ്ങനെ ഒന്നും വലിച്ചു വരി പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ 5 മാർക്സിൽ ചോദിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞൊരു 5 പോയിന്റ്സ് നിങ്ങൾ എഴുതണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അതിന് വേണ്ടുന്ന പോയിന്റ്സ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പഠിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചതല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡിസ്കസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ നമ്മളത് പ്രതീക്ഷിക്കണം. അപ്പോൾ അതിലെ ഒബ്ജക്റ്റീവ്സ് എന്താണ് നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാണ് അല്ലെ? എന്തൊക്കെയാണ്? പ്രൊട്ടക്റ്റിംഗ് ഷെയർ ഹോൾഡർ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെ വരും? എൻഷുറിങ് അക്കൗണ്ടബിലിറ്റി, എൻഹാൻസിങ് ട്രാൻസ്പെറൻസി, പ്രൊമോട്ടിംഗ് എത്തിക്കൽ കോണ്ടക്ട് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. പിന്നെ എന്തും പറയാം നമുക്ക്, മാക്സിമൈസിങ് ലോങ് ടേം വാല്യൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ്. നിങ്ങൾ ഈ ഒബ്ജക്റ്റീവ്സിന്റെ പോയിന്റ്സ് മാത്രം എഴുതി വെക്കാനല്ല പറയുന്നത്, പോയിന്റ്സ് ഓർത്തിരിക്കുക, അതിന്റെ എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഷോർട്ടാക്കി ചെയ്യുന്നത്, ഇതിങ്ങനെ ചെയ്യുമ്പോൾ പോയിന്റ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ഇങ്ങനെയൊക്കെയാണ് ഒരു ലാസ്റ്റ് മൊമെന്റിൽ പെട്ടെന്ന് എടുത്ത് നോക്കാമല്ലോ ഇതൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ള, അതിന് യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് നോളജ് മാനേജ്മെന്റ്. അപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നോളജ് മാനേജ്മെന്റ്. ഈ നോളജ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോളജ് മാനേജ്മെന്റിന്റെ മീനിങ്ങും ഫീച്ചേഴ്സും പഠിക്കുക, അതിന്റെ ഒബ്ജക്റ്റീവ്സും പഠിക്കുക. ഓക്കെ, എന്തൊക്കെയാണ്? എൻഹാൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ പ്രോപ്പർ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നോളജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇന്നവേഷൻ, റിസ്ക് റിഡക്ഷൻ, ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് നോളജ് ലോസസ്. അപ്പൊ ഇത്രയും ഒരു ബെനിഫിറ്റ് നമുക്ക് ഏതിൽ നിന്ന് കിട്ടും? ഇത്രയും ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഫേം നോളജ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത്, ഡിസ്ക്രൈബ് ദ പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ദാറ്റ് മസ്റ്റ് ബി എക്സസൈസ്ഡ് ഓൺലി ഇൻ ബോർഡ് മീറ്റിംഗ്. അപ്പോൾ നമ്മുടെ ഫേമിന്റെ അല്ലെങ്കിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്, അവരുടെ പവേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ചോദിക്കുന്നത് പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പവർ എപ്പോഴുള്ള പവറാണ്? ദാറ്റ് മസ്റ്റ് ബി എക്സസൈസ് ഓൺലി ഇൻ ബോർഡ് മീറ്റിംഗ്. ഈ ബോർഡ് മീറ്റിംഗിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന പവേഴ്സ് ഏതൊക്കെയാണ്? ആരുടെയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അതിന്റെ ആൻസർ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പോയിന്റ് പറയുന്നുണ്ട്. മേക്കിംഗ് കോൾസ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് മണി അൺപെയ്ഡ് ഓൺ ദെയർ ഷെയർസ്. ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ ഏതെങ്കിലും ഒരു കോൾ മണി അവർ എന്ത് ചെയ്തിട്ടില്ല, പേയ്മെന്റ് നടത്തിയിട്ടില്ല, അൺപെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അല്ലെങ്കിൽ അതിന്റെ വീണ്ടും അത് ആവശ്യപ്പെടാനും അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോർഫീച്ചർ ഒക്കെ ചെയ്യാൻ, ഷെയർസ് ഒക്കെ ഫോർഫീറ്റ് ചെയ്യാൻ നമ്മൾ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു റൈറ്റ് ആർക്കുണ്ട്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുണ്ട്. മേക്കിംഗ് കോൾസ് ഓൺ ഷെയർസ് ഇൻ റെസ്പെക്ട് ഓഫ് മണി അൺപെയ്ഡ് ഓൺ ദെയർ ഷെയർസ്. ഓക്കെ, അടുത്തത് ഓതറൈസിങ് ദ ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തേക്കുന്നത് എന്ത് ചെയ്യാനുള്ളത്? ബൈബാക്ക് ചെയ്യാൻ നിർദ്ദേശിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുണ്ട്. അടുത്ത് പറയുന്നത് ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്ക് അകത്തും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ്, അതിനെ ഡിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുണ്ട്. ബോറോയിങ് മണീസ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ദ ഫണ്ട് ഓഫ് ദ കമ്പനി. അപ്പോൾ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് പൈസ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും രൂപ കടം വാങ്ങാൻ തീരുമാനിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ. പിന്നെ ഇത്രയും ഫണ്ട് എക്സസ് ഉണ്ട്, അത് ഇന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു, ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ തീരുമാനിക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുണ്ട്. ആൻഡ് അപ്രൂവിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബോർഡ്സ് റിപ്പോർട്ട്സ്. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അപ്രൂവ് ചെയ്യാനും പിന്നെ ബോർഡിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് അപ്രൂവ് ചെയ്യാനുള്ള ഒക്കെ റൈറ്റ് ആർക്കുണ്ട്? നമ്മുടെ ബോർഡിനുണ്ട്, കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നു ഗ്രാൻഡിങ് ലോൺസ്, പ്രൊവൈഡിങ് ഗ്യാരണ്ടീസ് ഓർ ഗീവിംഗ് സെക്യൂരിറ്റീസ് ഇൻ റെസ്പെക്ട് ഓഫ് ലോൺ.
അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്, ലോണുകൾ ഗ്രാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇത്രയും ലോൺ ഇത്ര ആൾക്കാർക്ക് കൊടുക്കാൻ പോകുന്നു, അങ്ങനെയുള്ള ഒരു ഡിക്ലറേഷൻ നടത്താനുള്ള റൈറ്റ് ഉണ്ട്. ഗ്യാരണ്ടീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഒക്കെ ആർക്കുണ്ട്, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബിസിനസ് എത്തിക്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ബിസിനസ് എത്തിക്സിൽ നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബിസിനസ് എത്തിക്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ബിസിനസ് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വളരെ വളരെ റിലവൻ്റ് ആണ്. പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ, എക്സ്പ്ലനേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ട് തന്നെ പോകും. എന്തൊക്കെയാണ്? ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഷുവർ അല്ലേ? അപ്പോൾ നമുക്കതറിയാം, ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ആണ്. അടുത്ത ഇൻഡസ്ട്രി നോംസ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്. ഓക്കെ, അടുത്ത സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ ആൻഡ് കൾച്ചറൽ വാല്യൂസ്. അപ്പൊ കൾച്ചറൽ വാല്യൂസിനും പിന്നെ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷനും എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോർപ്പറേറ്റ് ഗവേണൻസിന്റെ അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടർ തന്നെയാണ്. പിന്നെ വരുന്നത് എന്താണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആ ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു റിലേഷനുള്ള ഒരു കണക്ഷനുള്ള വ്യക്തി, കൺസ്യൂമേഴ്സ്, പിന്നെ എന്താണ് സപ്ലയേഴ്സ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അല്ലെ, ഷെയർ ഹോൾഡേഴ്സ്, ഇവരെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മുടെ ബിസിനസിന്റെ എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനും എന്തുണ്ട്? വളരെയധികം ഒരു റോൾ ഉണ്ട്. എന്തിന്റെ റോളാണ്? നമ്മുടെ ബിസിനസ് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു റോളുണ്ട്, ടെക്നോളജിക്കൽ അഡ്വാൻസസ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് വാട്ട് ആർ ദ കോർ പ്രിൻസിപ്പിൾസ്? ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഷുവറായിട്ട് നിങ്ങൾ പഠിക്കുക. അത് മാത്രമല്ല, അതിന്റെ പ്രിൻസിപ്പിൾസ് ചോദിക്കും. 5 മാർക്കിന് പ്രിൻസിപ്പിൾസ് കുറേ വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്തൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് എന്താണ്? അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, ഫെയർനെസ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇതാണ് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ പ്രിൻസിപ്പിൾസ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് നല്ല രീതിയിൽ പഠിക്കുക. നമ്മളിങ്ങനെ വിചാരിക്കും ഇതെന്താണ്, തിയറി പേപ്പർ അല്ലേ, വെറുതെ കയ്യിൽ നിന്ന് അങ്ങനെയൊക്കെ എഴുതാം. അങ്ങനെ ഒന്നും എഴുതിയാലൊന്നും മാർക്കില്ല. പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനകത്ത് റിയലി ഉള്ള സെന്റൻസ് എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ പോയിന്റ്സ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ.